മന്ത്രി ശിവൻകുട്ടി രണ്ടു മൊയ്ലിയമാരെ കണ്ടപ്പോ ബഹുമാനിച്ചുവത്രേ. നിയമസഭയിൽ ചൊറിയുകയാണ് ഒരു ഞരമ്പ് രോഗി. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന് നിയമസഭാ സാമാജികനായിരിക്കാൻ അവസരമുണ്ടോ? ഉള്ളിലുള്ള മാലിന്യം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ വിസർജിച്ചാൽ അങ്ങനെ ഛർദിക്കുന്ന ആ ജീവി മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുമോ ഇല്ലേ എന്ന് ആലോചിക്കണം മുസ്ലിമീങ്ങളെ. രണ്ട് ആലിമീങ്ങളെ ഒരു മന്ത്രി ബഹുമാനിച്ചത്രേ. അങ്ങോട്ട് ചെയ്തപ്പോ എന്നപ്പോ കൈപിടിച്ചുവത്രേ, സ്വീകരിച്ചുവത്രേ. എനിക്കതിൽ പ്രതിഷേധമുണ്ടെന്ന് ഒളുപ്പില്ലാതെ നിയമസഭയിലങ്ങ് തുറന്നടിക്കുന്ന ജീവി, ആ ജീവിയുടെ തൊലിക്കട്ടി കണ്ടാമൃഗത്തെക്കാൾ അപ്പുറമല്ലേ? അത് ചെരുപ്പ് നിർമ്മിക്കാനോ അതിലും അപ്പുറം അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും കനത്തിലല്ലേ എന്ന് മലപ്പുറത്തെ മുസ്ലിമീങ്ങൾ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ അറിയാതെ വന്നു പോകുന്നത് തന്റെ ജനിതകം DNA അതിലുള്ളത് അങ്ങ് വിളിച്ചു കൂവിപ്പോയതാണ്. നീലക്കുറുക്കൻ അറിയാതെ കൂവിപ്പോയത് പഴയ കഥയില് നമ്മളിങ്ങനെ ഓർക്കുന്നു. കാലത്ത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നൊരു ഉദാഹരണം. പക്ഷേ ആ ആളുകളൊക്കെ മനസ്സിലാക്കണം, അഹ്ലുബൈത്ത് നിങ്ങൾ വിചാരിച്ചയിടത്തല്ല ഇപ്പോ, ആലിമീങ്ങൾ നിങ്ങൾ വിചാരിച്ചയിടത്ത് അല്ല ഇപ്പോ. ആലിമീങ്ങൾ ഇസ്സത്തിന്റെ ലോകത്താണ്. അവര് ലോകത്തെ അടിമുടി അഴിച്ചു പണിയുകയാണ്. അവരെ രാജ്യം വിലയിരുത്തുകയാണ്, വിദേശ രാജ്യങ്ങൾ വിലയിരുത്തുകയാണ്. അവരെ കാണാൻ പ്രധാനമന്ത്രിമാർ ഇങ്ങോട്ട് വരികയാണ്. വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ അവർക്ക് വന്നു ചേരാൻ വിമാനം കൊടുത്തയക്കുന്ന സാഹചര്യം മലപ്പുറം നഗരം കാണുകയാണ്, ഏറനാട് മണ്ഡലം കാണുകയാണ്, കൊണ്ടോട്ടിയും പരിസരവും അതിന് സാക്ഷിയാണ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. നീലക്കുറുക്കൻ അറിയാതെ കൂവിപ്പോയി. സുബ്ഹാനല്ലാഹ്, മുഅ്മിനീങ്ങൾ വാങ്ങുകൊടുക്കുമ്പോ കുറുക്കൻ കൂവാറുണ്ട്, നായി കൊരക്കാറുണ്ട്. ഞങ്ങൾ തൽക്കാലം ആ ഇനത്തിൽ മാത്രമേ ഈ വിഷയത്തെ കൂട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് നോ മോർ കമന്റ്സ്, കൂടുതലൊന്നും പറയുന്നില്ല.